ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുവാൻ ലഭിച്ച ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ മനസ്സിലേക്ക് തന്നതായിട്ടുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ അവൻ ഒരു 3 പ്രത്യേക ഘട്ടങ്ങളിലൂടെ അവൻ കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, അവൻ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നു. पहला है वो अपना
यहाँ पर जन्म लेता है, അപ്പൊ ഒന്നാമത്തത് ജനനം. पहला जन्म होना, പിന്നീട് അവൻ ജീവിക്കുന്നു. उसके पश्चात वो जीता है, അത് ജീവിതമാണ്. वो जीना है उसका. പിന്നീട് നടക്കുന്നത് എന്താണ്? उसके पश्चात क्या होता है? അത് മരണമാണ്. वो इसके पश्चात मृत्यु है. അതെല്ലാ മനുഷ്യരും അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങളാണ്. सारे मनुष्य इसके सामने आना है. ഒന്നാമത് മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ पहले वो मनुष्य इस धरती पर जन्म लेता है, അവൻ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഒരു ഭാഗമായിട്ട് അവൻ തീരുകയാണ്. वो परमेश्वर का सृष्टि का एक भाग होता है. वो എന്നാൽ അവൻ ആദ്യ മനുഷ്യര് പാപം ചെയ്തുകൊണ്ട് അവൻ ജനിക്കുന്ന മനുഷ്യൻ പാപത്തിലാണ് അവൻ ജനിക്കുന്നത്. आदि माता पिता जो पाप किया है, इसलिए वो सारे संसार में जो भी जन्म लेता है मनुष्य, वो पाप में ही जन्म लेता है. ജനിച്ചു കഴിഞ്ഞ മനുഷ്യൻ താൻ ജീവിതത്തില് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള അനേകമായിട്ടുള്ള കാര്യങ്ങൾ തിരുവചനം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. एक मनुष्य जन्म लेता है, उसके बाद जो अनेक कार्य है वो उसको सीखना जरूरी है परमेश्वर का. പാപത്തിൽ ജനിക്കുന്ന മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നാണ് അവൻ ജനിക്കുന്നത്. जब पाप में एक व्यक्ति जन्म लेता है, वो परमेश्वर से अलग होता है, वो अलगाव होता है. എന്നാൽ പിന്നീട് കടന്നു പോകുന്ന മരണത്തിന് മുൻപേ ഈ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടേണ്ട അനേകം കാര്യങ്ങളുണ്ട്. जब ऐसे जीता है, जो मरने से पहले परमेश्वर के साथ में एक संगति होना जरूरी है. നമുക്കറിയാം, മരണം കൊണ്ട് മനുഷ്യന്റെ അത് അവസാനമല്ല. जब मृत्यु होता है तो मनुष्य जीवन का अंत नहीं है. वो നമുക്കറിയാം, മനുഷ്യന്റെ ഉള്ളിൽ മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും അല്ലെങ്കിൽ ചരാചരങ്ങളിൽ നിന്ന് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യനൊരു പ്രത്യേകമായ ഗുണമുണ്ട്. सारे जीव जंतु से अलग मनुष्य का एक खास बात है. അവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഒരു ആത്മാവ് അവനുണ്ട്. उसके अंदर एक परमेश्वर का आत्मा वास करता है. അതാണ് അവനെ പ്രത്യേകതയുള്ളതാക്കി തീർക്കുന്നത്. वो उसको सारे संसार के जीव जंतु से अलग करता है. ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ पहले मनुष्य को सृष्टि परमेश्वर ने किया. ദൈവം പറഞ്ഞത് ഇപ്രകാരമാണ്, परमेश्वर ने ऐसे कहा, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുകയെന്നാണ്. मैं अपने छाया और स्वरूप में मनुष्य को सृष्टि की, ऐसे परमेश्वर ने कहा. അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ എന്നുള്ളത്. ऐसे संसार के सृष्टि को जैसे परमेश्वर ने सृष्टि की, उसमें से अलग इसलिए दिखता है. അങ്ങനെയുള്ള ആ മനുഷ്യൻ തെറ്റുകാരായി തീർന്നത് പാപത്തിൽ നിന്ന് കരകയറേണ്ട ആവശ്യമുണ്ട്. ऐसे मनुष्य को जो पाप में वास करता है, उसको अलग होकर परमेश्वर के साथ संगति में आना जरूरी है. അത് ഈ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൊച്ചു ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. हमारा जो छोटी जीवन में वो ये संबंध होना जरूरी है. മനുഷ്യ ജീവിതം എത്രയും ക്ഷണികമാണ്. मनुष्य का जीवन इतना छोटा है. നമുക്കറിയാം, മരണം എന്നുള്ള പ്രതിഭാസം എല്ലാവരെയും വ്യാപരിച്ചിരിക്കുന്ന കാര്യമാണ്. जो मृत्यु है सारे संसार के हरेक जीवी के पास आता है. അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല. मनुष्य का कोई इसके जो उम्र का कोई तगाजा नहीं है. വയോധികർ മരിക്കുന്നു, ये वृद्ध जो मर जाता है, യൗവനക്കാർ മരിക്കുന്നു, युवा मर जाता है, കുഞ്ഞുങ്ങൾ മരിക്കുന്നു. छोटे बच्चे मर जाते हैं. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. उसको कोई कारण नहीं होना चाहिए. ചിലര് രോഗങ്ങൾ കൊണ്ട് വന്ന് മരിക്കുന്നു, कुछ लोग रोग से मरता है, ചിലര് പ്രായാധിക്യ നിമിത്തം മരിക്കുന്നു. कुछ है जो प्राय के आधिक्य के कारण मरता है. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളാലും കാരണങ്ങളില്ലാതെയും മനുഷ്യൻ മരിക്കുകയാണ്. किसी कारणवश या बिना कारण ही मृत्यु हो जाता है. എന്നാൽ മരണം വരുന്നതിന് മുമ്പേ മനുഷ്യ ജീവിതത്തില് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അറിയേണ്ടത് തിരുവചനം നമ്മെ വ്യക്തമാക്കി തരുന്നു. इस संबंध में जो मृत्यु आने से पहले कुछ बात को हमने मनन करना जरूरी है. പ്രിയമുള്ളവരെ, അത് ഈ കൊച്ചു ജീവിതത്തിൽ മനസ്സിലാക്കിയില്ല എങ്കിൽ പിന്നീട് വളരെ ദുഃഖം നാം അനുഭവിക്കേണ്ടി വരും. छोटे जीवन मनुष्य के जीवन पर ये सारे बात को समझ नहीं लेता है तो बहुत दुर्घटना होती है. നാം അത് വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. खासकर उसको सोचना जरूरी है. ഞാൻ മരണം വരുന്നതിന് മുമ്പേ നാം അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. मृत्यु आने से पहले क्या क्या हमने तैयारी करना है उसके बारे में कुछ बातें कहेंगे. അപ്പൊ ഈ മരണം എല്ലാവർക്കും ഉണ്ടെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ചിന്താഗതികൾ വേറെ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം.
जो मृत्यु सबके आता है, तो ऐसे कहने पे आपके मन में कुछ चिंता आती है। കർത്താവിന്റെ വരവിങ്കൽ ജീവനോടെ ഇരിക്കുന്നവരുണ്ടല്ലോ, परमेश्वर का आगमन पर जो जिंदा रहने वाला रहते हैं, അവർക്ക് മരണമുണ്ടോ? उनको मृत्यु है क्या? അവർക്ക് രൂപാന്തരമില്ലേ? उसको जो रूपांतर होता है क्या? അവർ ഈ ഭൗമ ശരീരത്തിലല്ല പോകുന്നത്, ये जो अपने भौमिक शरीर से जाता है क्या? അവർ പുത്തൻ ശരീരത്തോടുകൂടിയാണ് കർത്താവിനോട് കൂടെ ആകാൻ പോകുന്നത്. नया शरीर के साथ परमेश्वर के संग होंगे। അതിനെ നമുക്ക് മരണം എന്ന നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. वो भी मृत्यु के संबंध में हमने सोचना है। എല്ലാവരും ഈ ഇന്ന് കാണുന്ന മരണം കർത്താവിൽ അന്ന് ജീവനോട് ഇരിക്കുന്നവർ അനുഭവിക്കുന്നില്ല എങ്കിലും അവർക്ക് രൂപാന്തരം സംഭവിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. मृत्यु संभव होता है, ऐसे लोगों को भी जो रूपांतर होता है। ഒരു വാക്യം നമുക്ക് വായിക്കാം. एक वाक्य पढ़ेंगे, എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. इब्रानियों के पत्र 9 अध्याय 127 आयत. അവിടെ നാം വായിക്കുന്നു, പിന്നെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. जैसे मनुष्यों के लिए एक बार मरना और उसके बाद न्याय का होना नियुक्त है. ദൈവം മനുഷ്യനോടുള്ള വെച്ചിരിക്കുന്ന ബന്ധത്തിൽ വെച്ചിരിക്കുന്ന രണ്ട് വ്യവസ്ഥിതികളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. मनुष्य के लिए परमेश्वर ने कहा है, दो बातें यहाँ पर देखे हैं. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. एक बार मरना और उसके बाद न्याय का होना नियुक्त है. ഇത് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം നിയമിച്ചിരിക്കുന്ന കാര്യമാണ്. ये मनुष्य के संबंध में परमेश्वर ने नियुक्त किया हुआ बात है. നമുക്കറിയാം, അതിനെ നാം മനസ്സിലാക്കുമ്പോൾ അത് മനുഷ്യർക്കായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. मनुष्य के लिए परमेश्वर ने रखा गया कार्य है. അത് യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്കതിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. योग्यता नहीं है, सभी को होता है. അപ്പോൾ എല്ലാ മനുഷ്യരും മരണത്തിനും ന്യായവിധിക്കുമായിട്ട് അവർക്ക് ഒരു നിയമനം ലഭിച്ചവരാണ് മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ അതിന്റെ 28-ാം വാക്യം കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. वैसे 28 आयत, वैसे ही मसीह भी बहुतों के पापों के उठा लेने के लिए एक बार बलिदान हुआ, और जो लोग उसकी बाट जोते हैं उनके द्वारा के लिए दूसरी बार बिना पाप उठाए हुए दिखाई देगा. ഇവിടെ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ഒരുവൻ ഈ ഭൂമിയിലേക്ക് കടന്നു എന്നുള്ള സത്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. ये भाव हम पढ़ता है तो मनुष्य का हमारे जैसे लोगों के लिए एक उसका मनुष्य को पाप उठाने के लिए एक व्यक्ति आया है, ऐसे हमें मिलता है. അങ്ങനെ കടന്നു വരുവാൻ കാരണമായി തീർന്ന കാര്യമാണ് 27-ാം വാക്യത്തിൽ വായിച്ചത്. वो आने का जो कारण है 27 आयत में हमने पढ़ा. ഒരിക്കൽ മരണവും ന്യായവിധിയും ഒരു മനുഷ്യരോടുള്ള ബന്ധത്തിൽ നിയമിച്ചിരിക്കുന്നു. ആ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായിട്ട് ജീവിപ്പാനായിട്ടുള്ള മാർഗം സാധിപ്പാൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. एक बार मरना और न्याय होना है, उसके लिए बचने के लिए परमेश्वर ने जो योजना बनाई वो बात है. അപ്പൊ ഒന്നാമതായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, पहले का जो बात है ये कहना चाहता हूँ, മരണം വരും മുമ്പേ രക്ഷ പ്രാപിക്കണം. मृत्यु आने से पहले उद्धार पाना है. അത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. वो बहुत जरूरी बात है. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും നടക്കുകയില്ല. मृत्यु के पश्चात कुछ नहीं हो सकता. നമുക്കൊന്നും അതിൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. हमको कुछ नहीं कर सकते हम. അതുകൊണ്ട് മരണം വരുന്നതിന് മുന്നേ കർത്താവ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ വിലയേറിയ രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. जब मृत्यु आने से पहले परमेश्वर ने जो तैयार किया योजना है वो प्राप्त करने के लिए हम तैयार होना जरूरी है. നാം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ രക്ഷ പ്രാപിച്ചവരാണ്. यहाँ पर जो आए हुए सभी उद्धार पाए हुए लोग हैं. കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ആ നിലയിലേക്ക് കടന്നു വരാത്തവരുണ്ടെങ്കിൽ മരണം വരുന്നതിന് മുന്നേ
രക്ഷ പ്രാപിക്കുവാനായിട്ട് സൗജന്യമായി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ പ്രാപിക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. ऐसे इसमें कोई भी बच्चा ऐसे बैठा है कि जो उद्धार नहीं पाए हैं, परमेश्वर के आगमन से पहले उद्धार पाना जरूरी है. നമുക്കെല്ലാവർക്കും ഒരു മരണമുണ്ട്. हम सबको एक मृत्यु है. ആ മരണം വരും മുമ്പേ നാം രക്ഷ പ്രാപിക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. वो मृत्यु आने से पहले उद्धार पाना जरूरी है. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപനിമിത്തം ദൈവം മനുഷ്യനെ നശിപ്പിക്കുവാൻ തീരുമാനിച്ച ഒരു സമയമുണ്ടായി. जो उत्पत्ति के किताब में हम आता है, पाप के कारण मनुष्य को खत्म करने के लिए परमेश्वर ने योजना बनाई. ആ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു. जो प्रलय से मनुष्य को खत्म करने के लिए परमेश्वर ने योजना बनाई. ആ കാലത്ത് നീതിമാനും നിഷ്കളങ്കനുമായിരുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു. उस नीतिवान धर्मी व्यक्ति वहाँ जीवित रहा. ദൈവം അവനോട് ഇടപെട്ടു. उसके साथ परमेश्वर ने संबंध क्यों बनाया. നമുക്കറിയാം, നോഹയോടുള്ള ബന്ധത്തിലാണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. नूह के बारे में हम सब जानते हैं. അവൻ എന്താണ് ചെയ്തത്? उन्होंने क्या किया. ദൈവം അവനോട് കൽപ്പിച്ചതിന് പ്രകാരം ഒരു പെട്ടകം തീർത്തു. उसके परमेश्वर ने आज्ञा दी, उसी तरह के एक जहाज बनाया. അതിൽ കയറിയവർ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. उसमें जो चढ़ा है, जो उसमें वो प्रलय से बच गया. അല്ലാത്തവർ ജലപ്രളയത്തിൽ നശിച്ചു പോയി. जो नहीं लोग हैं, जो माना नहीं, वो सारे प्रलय में मर गया. ആ സംഗതി തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. उसके संबंध में ही ऐसे हम यहाँ आज देख सकते हैं. അനേകരുടെ പാപം ചുമപ്പാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി ആ തകർക്കപ്പെട്ട് രക്ഷയൊരുക്കിയവനിൽ വിശ്വസിച്ചില്ല എങ്കിൽ അവൻ നിത്യനാശത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. सारे मनुष्य के पापों के लिए एक व्यक्ति आया था, उसमें विश्वास नहीं करेंगे तो और नरक के लिए और जाएंगे, वो हमें याद रखना है. തിരുവചനം പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. परमेश्वर का वचन करता है, वे अभी वे प्रसन्नता का समय और देखो अभी है उद्धार का दिन. നമുക്ക് ആർക്കും അടുത്ത സമയത്തെ കുറിച്ച് പ്രവചിക്കുവാനായിട്ട് സാധിക്കുകയില്ല. हम किसी को भी अगले पल के बारे में देख नहीं सकते. അതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലുള്ള കാര്യമാണ്. अगले समय का कार्य जो परमेश्वर के हाथ में है. എന്നാൽ നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇപ്പോൾ എന്നുള്ളതാണ്. अभी हमारे संबंध में आज अभी का वक्त को हमारा है, वो हम कर सकते हैं. ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശദീകരണമില്ല. इस संबंध में दो बातें, पॉजिटिव और नेगेटिव बातें कहेंगे. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഒരു കള്ളനെ കുറിച്ച് നമുക്കറിയാം. जो यीशु मसीह के साथ दो डाकुओं को जो क्रूस पर चढ़ाया गया. ആ രണ്ട് കള്ളന്മാർ ക്രൂശിക്കപ്പെട്ടിരുന്നു. दो डाकुओं को जो क्रूस पर चढ़ाया गया था, രണ്ടുപേരും കർത്താവിനെ നിന്ദിച്ചു, പരിഹസിച്ചു. दोनों मसीह को डटा किया था और निंदा किया था. എന്നാൽ ഒടുവിലത്തെ നിമിഷത്തിൽ ഒരുവന് മാനസാന്തരം വന്നു. लेकिन कुछ समय पश्चात एक ने मन फिराया. അവന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. मसीह से कहा, हे प्रभु, तुम राज्य प्राप्त करके आएगा, मेरे को भी याद रखना. അവനോട് കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പരദീസായിലിരിക്കും. तभी मसीह ने कहा, आज तुम मेरे साथ स्वर्ग में रहेंगे. അതാണ് വിശ്വസിക്കുന്നവർക്കുള്ളതായിട്ടുള്ള മാഹാത്മ്യം. वो है विश्वास करने वाले का महिमा. ഇപ്പോൾ എന്ന ഈ സമയത്ത് നാം അതിന് മഹത്വം കൊടുത്താൽ, അതിന്റെ മാഹാത്മ്യത്തെ, അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കി നാം അതിന് കീഴടങ്ങിയാൽ ഇന്ന് കർത്താവിനോടുകൂടെ ആയിരിക്കുവാൻ സാധിക്കും. उस बात को समझकर आज मन फिराएंगे, आज उस बात में मन रखेंगे तो ये मसीह के साथ होंगे. അങ്ങനെ ആ ക്രൂശിലെ കള്ളൻ മാനസാന്തരപ്പെട്ടു, കർത്താവിനെ വിശ്വസിച്ചു, അവൻ രക്ഷ പ്രാപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. मसीह पर विश्वास किया, उसने उद्धार पाया, वो हम पढ़ सकते हैं. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള മറ്റൊരു കാര്യം കാണാം. प्रेरितों के कार्य में एक नेगेटिव बात वहाँ पर है. 24 അധ്യായത്തില് അതിന്റെ 25 വാക്യം ഭാഗം എടുത്ത് വായിക്കുന്നില്ല. 24 अध्याय प्रेरितों कार्य 25 आयत. അവിടെ ഫേലിക്സ് എന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. ആ ആൾ എന്താ ചെയ്ത്? പൗലോസിനെ കുറിച്ച് കേട്ടു, പൗലോസിനെ വരുത്തി പ്രസംഗം കേട്ടു, എല്ലാം ഓക്കെ ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. प्रेरित पौलुस को बुलाया, उसको मसीह के बारे में सुनने के लिए उसने सुना.
എന്നാൽ പിന്നീട് അവൻ ചെയ്ത എന്താണെന്ന് അറിയാമോ? उसके पश्चात उन्होंने क्या किया? അവൻ പറഞ്ഞു, ഇപ്പൊ പൊക്ക്. उन्होंने बोला अभी तो जा. പിന്നീട് താല്പര്യമുള്ളപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞയച്ചു. अवसर पाके मैं तुम्हारे से सुनूंगा ऐसे कहा था. എന്നാൽ പിന്നീട് അവസരം വന്നില്ല. फिर जो उसको उस अवसर नहीं मिला. പ്രിയമുള്ളവരെ, ഇപ്പോഴെന്നുള്ള സമയത്തെ നാം പാഴാക്കിയാൽ പിന്നീട് ഒരു അവസരം ഉണ്ടായേക്കാം. ഉണ്ടാകുമെന്നുള്ളതിന് ഫലശക്തി വളരെ കുറവാണ്. अभी का जो परमेश्वर ने समय रखा है, हम कहेंगे आप कुछ दिन बात करेंगे या फिर में सोचेंगे, लेकिन वो कभी नहीं आता है. परमेश्वर का समय ऐसे नहीं आता. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരണം വരും മുമ്പേ രക്ഷ പ്രാപിക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. मृत्यु आने से पहले उद्धार पाना जरूरी है. രണ്ടാമത്തെ കാര്യം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കാം. दूसरे बात प्रेरितों का कार्य है 17 अध्याय 30 और 31. അവിടെ വായിക്കുന്നു, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. परमेश्वर ने अज्ञानता के समयों पर ध्यान नहीं दिया, पर अब हर जगह और सब मनुष्य को मन फिराने की आज्ञा देता है, क्योंकि उसने एक दिन ठहराया है कि जिसमें से वे उस मनुष्य के द्वारा धर्म से जगत का न्याय करेगा, और जिस उसने ठहराया है और उसे मरे हुओं से मिलाकर ये बात सब पर प्रमाणित कर दिया है. ഈ വായിച്ച ഭാഗം വിശ്വാസികൾക്കും വളരെ ഏറെ ആവശ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ये जो पढ़ा हुआ वाक्य है, जो विश्वासी है, जो उद्धार पाया है, उनके लिए भी एक बहुत खास है. ഞാൻ അങ്ങനെ പറയാൻ കാരണം, कहने का मतलब ये है, ഈ ഭാഗങ്ങൾ, ആദ്യം വായിച്ച ഭാഗവും ഈ വായിച്ച ഭാഗവും എല്ലാം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വളരെ ഉച്ചൈസ്വരം പ്രഘോഷിക്കുന്ന വാക്യങ്ങളാണ്. इसलिए बताने का तात्पर्य है कि जो सुसमाचार सुनाता है, इस वाक्यों को आगे रखे हुए सुसमाचार सुनाता है. ആ മനുഷ്യന്റെ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. അവനെ സ്നേഹിക്കുന്നു, അവനോട് മാനസാന്തരപ്പെടണമെന്ന് അവൻ സന്ദേശം നൽകുകയാണ്. जो अज्ञानता का मनुष्य का अज्ञानता का काल, जो समय को परमेश्वर याद नहीं रखता, लेकिन मन फिराने के लिए कहता है. ഈ അറിയായ്മയുടെ കാലം എന്നുള്ളത് വിശ്വാസികളുടെ ജീവിതത്തിലും ഉണ്ടാകാം. जो अज्ञानता का जो बात है, जो हम विश्वासी लोग हैं, हमारे जीवन पर भी आ सकता है. പല കാര്യങ്ങളും അറിയേണ്ട നിലയിൽ അറിയാൻ കഴിയാതെ പോകുന്നു. हम कई बातें जैसे जानना है ऐसे जान नहीं पाते हैं. അതുകൊണ്ട് പലതിലും തെറ്റിപ്പോകുന്നു. इसलिए हम हर जगह पर हम पीछे हो जाते हैं. അതുകൊണ്ട് മാനസാന്തരപ്പെടേണ്ട ആവശ്യം നമുക്കുണ്ട്. इसलिए मन फिराना भी जरूरी है. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. रोमियो को पत्री में भी ऐसे कहा है कि सारी बात को जांच कर अपने मन फिराकर नए रास्ते पे चलने के लिए कहते हैं. നമുക്കറിയാം, നാം കർത്താവിൽ വിശ്വസിച്ചു എന്നുള്ളത് വാസ്തവമാണ്. हमने मसीह में विश्वास किया, वो तो सच्चाई है. എന്നാൽ നാം ജീവിക്കുന്നത് പാപമുള്ള ജഡത്തിലും പാപം ചെയ്യുവാൻ സാധ്യതയുള്ള ശരീരത്തിലുമാണ് നാം വസിക്കുന്നത്. उद्धार तो पाया है, लेकिन हमारे शरीर जो उद्धार नहीं पाया है, पापरहित है, उसमें वास करता है. हम നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ കൺമുമ്പിലും എല്ലാം പാപപ്രവൃത്തികളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. चारों ओर हमारा हमके सामने सब पाप हम देखते रहते हैं. വീഴ്ച താഴ്ചകൾ നമ്മിലും കടന്നു വരുവാൻ ഏറെ സാധ്യതകളുണ്ട്. हमारे ऊपर हमारे अंदर भी जो नीच कार्य या दुष्ट कार्य देख भी कर भी सकते हैं. അതുകൊണ്ട് ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നാം എല്ലാവരും തയ്യാറാകണം. इसलिए कहता है कि मन फिराते हुए, जो हर एक दिन मन फिराते हुए मसीह में चलना जरूरी है. നാം നമ്മെ തന്നെ ഒന്ന് നോക്കുക. हम अपने आप को जांचे. ഓരോ ദിവസവും വൈകിട്ട് നാം കിടക്കപ്പായയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. हम सोने से बेड में जाने से पहले हम अपने आप को एक बार जांच ले.
കഴിഞ്ഞ പകലിൽ എന്റെ ചിന്താഗതികളിൽ എന്തൊക്കെ പാളിച്ചകൾ വന്നു പോയിരുന്നു. पिछले ये जो आज दिन जो ढला है उसमें मेरे सोच में मेरे नजर के आगे या हृदय में क्या क्या सोच आया है. ഞാൻ എത്രയെത്രയോ പ്രവർത്തികൾ അരുതാത്ത് ചെയ്തിരിക്കുന്നു. मैं कितने काम ऐसे जो मैं कर नहीं सकता वो मैंने कर लिया है. അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ കഴിയും നമ്മുടെ ദൈവം എത്ര കരുണയുള്ളവനാണ്. जो ये बातें हम अपने आप को देखते हैं लेकिन परमेश्वर कितना दयालु है वो हमें समझ में आता है. യിരെമ്യാ പ്രവാചകൻ വിലാപിച്ചുകൊണ്ട് പറഞ്ഞു, നാം ഒഴിഞ്ഞു പോകാനിരിക്കുന്നത് ദൈവത്തിന്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. यिर्मयाह भविष्यवक्ता ने ऐसे कहा जो हम जल नहीं जाता है वो परमेश्वर की दया के कारण है, हम मर नहीं जाता है. പ്രിയമുള്ളവരെ, നാം ഇന്ന് ഈ നിലയിലായിരിക്കുന്നെങ്കിൽ നമ്മുടെ ആരുടെയും ഒരു കഴിവുമല്ല. जो हम आज इसी रीति से रह रहे हैं उसका हमारा कोई खूबी नहीं है. നാം നല്ല നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടല്ല, हमने अच्छे काम किया इसलिए नहीं, നമ്മുടെ ദൈവം കാരുണ്യവാനായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. हमारा परमेश्वर दयालु है इसलिए. പ്രിയമുള്ളവരെ, നമുക്ക് മാനസാന്തരപ്പെടേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് മരണം വരും മുമ്പ് ചെയ്യണമെന്നാണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. परमेश्वर वचन कहता है मृत्यु आने से पहले मन फिराओ, ऐसे कहता है. നമുക്കറിയാം, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന മനുഷ്യൻ അവൻ പാപം ചെയ്തു. दावीद ने पाप किया है. 51 സങ്കീർത്തനം അത് വളരെ വ്യക്തമാക്കി നമുക്ക് തരുന്നുണ്ട്. भजन संहिता 51 में ऐसे बताता है. ലോകം വരെ വെറുക്കുന്ന അനേകമായ തെറ്റുകാര്യങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. जो संसार घृणा करने वाला अनेक जो ऐसे कार्य उसने किया. എന്നാൽ അവൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് അപേക്ഷിക്കുകയും അവന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവനോട് ക്ഷമിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. लेकिन परंतु शीघ्र ही उसने अपने परमेश्वर का सन्मुख दंडवत करके उस पाप को माना है, परमेश्वर ने क्षमा किया है. वो बात भी हम 51 भजन संहिता में हम पढ़ते हैं. അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. वो एक पॉजिटिव बात है हमारे लिए. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. एक नेगेटिव बात भी है. നമ്മുടെ കർത്താവിനോട് കൂടെ സഞ്ചരിച്ചിരുന്ന കർത്താവിന്റെ ശിഷ്യഗണത്തിൽ ഒരാളായിരുന്ന യൂദാസ്, जो मसीह का चेले जो यहूदा इस्करियोत, അവൻ ചെയ്യരുതാത്ത കാര്യമൊക്കെ ചെയ്തു. उसने जो कार्य नहीं करना था उसने उस कार्य किया. കർത്താവിനെ ക്രൂശിക്കുകയാണെന്ന് കേട്ടപ്പോൾ അവൻ പശ്ചാത്തപിച്ചു. जो मसीह को क्रूस पर चढ़ाने की योजना बनाई ये बात से उसने पश्चाताप किया. അവൻ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. उसने बोला कि मैंने निर्दोष खून को मैंने दिखाया. ആർക്ക് ഒറ്റ കൊടുത്തു? അവന്റെ അടുത്ത് നിന്ന് നീ നിന്റെ കാര്യം നോക്കാൻ അവർ പറഞ്ഞു. जब वो उनके जो पास गए तो उन्होंने कहा तू तुम्हारा काम देख लो. എന്നാൽ അവൻ അവിടെ പശ്ചാത്താപം വന്നെങ്കിലും അവൻ മാനസാന്തരപ്പെടുകയോ നേർവഴിക്ക് വരികയോ ചെയ്യാതെ അവൻ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തത്. जो उन्होंने पश्चाताप किया लेकिन उन्होंने मन नहीं फिराया, वो बात हम वहाँ पर देखते हैं. അത് ലോകപരമായിട്ടുള്ള ദുഃഖമായിരുന്നു. वो दुनिया भर का जो दुख उसने उठाया. കൊരിന്ത്യ ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്, ഇപ്രകാരമാണ് ദൈവഹിതപ്രകാരമുള്ള മാനസാന്തരം രക്ഷയിലേക്ക് നയിക്കുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. कुरिन्थियों के पत्र में ऐसे करता है परमेश्वर का जो मन का जो फिराना तो वो उद्धार के लिए मोड़ लेता है. അങ്ങനെയുള്ള ജീവിതങ്ങൾ നമുക്ക് അനേകം യൂദാസിനെ പോലെയുള്ളവരെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. जो यहूदा इस्करियोत जैसा लोग, ऐसे कई लोग हमारे सामने मिलते हैं. അല്പസമയത്തേക്ക് പശ്ചാത്താപം വരും, वो कुछ समय के लिए पश्चाताप करता है, വീണ്ടും കഠിനഭാവത്തിലേക്ക് അവർ വഴുതി വീഴും. फिर उसके पश्चात फिर जो उससे ज्यादा पाव में वो गिरते हैं. പ്രിയമുള്ളവരെ, നാം വിശ്വാസികളാണ് എന്ന് പറയുന്നതുകൊണ്ട് പാപം നമ്മിലില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ് എന്ന സത്യം നാം മറക്കരുത്. जब हम विश्वासी हैं लेकिन हम ऐसे कहते हैं हमारे में पाप नहीं है, लेकिन हमें अपने आप को धोखा देते हैं. നാം മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടന്നു വരാം. तीसरा बात में हम आते हैं. യെശയ്യാ പ്രവചനം 55 അധ്യായം 6 വാക്യം. जो यशायाह भविष्यवक्ता के पुस्तक 55 अध्याय उसके 6 आयत. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പേൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പേൻ. जब तक यहोवा मिल सकता है तब उसी के खोज में रहो, जब तक वे निकट है तब तक उसे पुकारो. മരണം വരും മുമ്പേ
ദൈവവുമായിട്ടുള്ള ബന്ധം ക്രമപ്പെടുത്തുവാനായിട്ട് കഴിയണമെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കി मृत्यु കിട്ടുന്നത്. आने से पहले परमेश्वर के साथ का रिश्ता ठीक करना जरूरी है. പ്രിയമുള്ളവരെ, നാം ഒരിക്കൽ ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരായിരുന്നു. एक समय में हमारा ऐसे था कि परमेश्वर के साथ कोई संबंध नहीं था. എന്നാൽ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുവാനിടയായി. परमेश्वर के एकलौते पुत्र को हमने विश्वास किया तो परमेश्वर के साथ का संबंध हमने बनाया. എന്നാൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ്? फिर भी जो परमेश्वर के साथ हमारा क्या संबंध है? നാം ഇന്ന് ആരാധനയ്ക്ക് ഓർക്കുകയുണ്ടായത് കർത്താവ് നമുക്ക് വിലപ്പെട്ടവനാണ്. जो हमने आज आराधना में हमने समझा परमेश्वर हमारे लिए बहुमूल्य है. ഒന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം, എനിക്ക് എന്റെ കർത്താവ് വിലപ്പെട്ടവനാണോ? सच्चे मन से हम ये देखो कि ये हमारे लिए बहुमूल्य है मसीह. എന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കർത്താവിനാണോ? हमारा जो जीवन में पहला स्थान मसीह को देता है क्या? നമുക്കെല്ലാവർക്കും ഉള്ള ചിന്താഗതി നമുക്ക് സമയമുണ്ടെങ്കിൽ മതി എന്നുള്ള ചിന്താഗതിയാണ്. हम सब ऐसे ही कहते हैं, सोचता है हमारा टाइम हो तो हम मसीह के पास. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ഈ സമയത്തെ വീണ്ടുകൊള്ളുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. प्रियो ऐसे नहीं, क्योंकि समय परमेश्वर दिया है, परमेश्वर के लिए वो बस रखना जरूरी है. നമുക്ക് വേണ്ടിയിട്ട് ഒരു സമയം അങ്ങനെ വരികയില്ല. നമുക്ക് സമയം കണ്ടെത്തണം. हमारे लिए कोई समय ऐसे आता नहीं, लेकिन हमें समय को ढूंढना है. ഇവിടെ പറയുകയാണ്, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവനെ വിളിച്ചപേക്ഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. जब तक यहोवा मिल सकता है तब उसी को खोज में रहो कहता है. സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവനെ സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു. वचन संगीता में ऐसे कहता है, जो सच्चा मन से उनको पुकारेंगे वो हमारे पास होगा. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയിരിക്കുന്നു എന്ന് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. हम अपने व्यक्तिगत जीवन में अपने आप सोच सकते हैं मैं और परमेश्वर के साथ क्या संबंध है, क्या कितना है. എവിടെയെങ്കിലും പാളിച്ചകളോ ഉലച്ചിലുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്രമപ്പെടുത്തേണ്ടത് വളരെ 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 ആവശ്യമാണ്. तो कुछ उस रिश्ते में कुछ कमी घटी आई है तो उसको ठीक करना बहुत जरूरी है. യെശയ്യാ പ്രവചനം 38-ാം അധ്യായം അതിന്റെ ആദ്യ ഭാഗത്ത് ഹിസ്കിയാവ് എന്ന വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. जो एशिया 38 के जो पहले भाग में राजा हिजकिय्याह का बारे में हम देखते हैं. അദ്ദേഹത്തിന് മരണകരമായ ഒരു അസുഖം പിടിപെട്ടു. उसको मृत्यु संबंधित एक रोग आया. അവനോട് പറഞ്ഞു, നീ മരിച്ചു പോകും, परमेश्वर ने कहा तुम मर जाएंगे, നീ നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കണം. तुम अपने कार्य को जल्दी पूरा करो. അവൻ അന്നേരം പറയുന്ന ഒരു കാര്യമുണ്ട്, उसने उस समय ऐसे कहता है, ഞാൻ ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥന കഴിച്ചു, मैंने परमेश्वर के सन्मुख बहुत प्रार्थना की, ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തു, परमेश्वर का जो भी कार्य मैंने किया, എന്നിട്ട് എന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ? फिर भी मेरे जीवन में क्यों ऐसे होगा? ദൈവം അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. उसके परमेश्वर ने उससे कहा अपना जो गृह का कार्यों को जो क्रम में लाओ. അവൻ ദൈവസന്നിധിയിൽ വീണ് കടന്ന് ചൂരോട് തന്റെ മുഖച്ചേർത്ത് അവൻ പ്രാർത്ഥിക്കുകയുണ്ടായി. वो दीवार में अपने मुंह लगाकर उसने प्रार्थना की. ദൈവം കരുണ കാണിച്ച ഒരു 15 സംവത്സരം നീട്ടിക്കൊടുത്തു. परमेश्वर ने करुणा की, दया की, 15 साल और आगे दिया. പ്രിയമുള്ളവരെ, നാം ഒന്ന് ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തില് എന്തെങ്കിലും ക്രമക്കേടുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം അറിയുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വീണുകിടന്ന് പ്രാർത്ഥിച്ച് ഉഭയസമ്മതം ചെയ്ത് ഒരു പുനഃസ്ഥാപനം ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുവാനായിട്ട് താമസം വരുത്തരുതെന്ന സത്യം ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. हमारे जीवन भर परमेश्वर के साथ और रिश्ता का कोई भी कमी घटी हमारे में आया है तो तुरंत उस परमेश्वर के सन्मुख लेटकर उसमें से बराबर पाना बहुत जरूरी. കർത്താവ് നമ്മെ സഹായിക്കും. അവൻ സഹായങ്ങളുടെ വലിയ ദൈവമാണ്. परमेश्वर हमारे सहायक है क्योंकि वो बहुत दयालु है, सहायक परमेश्वर है. ഹിസ്കിയാവ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്. जो हिजकिय्याह जो है वो हमारे लिए पॉजिटिव कार्य दिखाता है. എന്നാൽ നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം.
उसमें एक नेगेटिव बात एक और है। ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ दानियल का किताब 5 अध्याय അതിന്റെ 30-ാം വാക്യം 30 आयत വായിക്കേണ്ട. ആ 5-ാം അധ്യായത്തിൽ ബെൽഷസ്സർ എന്ന വ്യക്തി രാജാവിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. बेलशस्सर राजा के बारे में हम यहाँ पर देखते हैं। അവൻ ജീവിതത്തിൽ അരുതാത്തതായിട്ടുള്ള അനേകം കാര്യങ്ങൾ ചെയ്തു. उस राजा ने बहुत ऐसे उल्टा काम किया। ദൈവത്തിന്റെ കരങ്ങൾ ഈ നിലയിൽ പ്രവർത്തിക്കുവാൻ പോകുന്നു എന്നുള്ളത് ദാനിയേൽ മുഖാന്തരം അറിയുവാനായിട്ടിടയായി. परमेश्वर का कार्य होने वाला है, दानियल ने उसको बता दिया। അവൻ ആ തന്റേതായിട്ടുള്ള തെറ്റായ വഴികളിൽ നിന്ന് മാറുവാനായിട്ടുള്ള അവസരം തനിക്കുണ്ടായിരുന്നു. लेकिन उस गलत काम से सीधा होने के लिए समय था, എന്നാൽ അവൻ മാറിയില്ല. उसने अपना कार्य को सीधा नहीं किया। അവൻ ഉടനടി ഒരു മരണമുണ്ടായി. जल्द वो मृत्यु में चला गया। അവന്റെ രാജ്യത്വം മറ്റൊരാൾ ഏറ്റെടുത്തു. उसका राज्य किसी और को दिया। പ്രിയമുള്ളവരെ, മരണം നാം പറയാറുണ്ടല്ലോ, നമ്മയൊക്കെ തേടി വരുന്നത് വിളിക്ക എന്ന് പറയും. നമ്മുടെ ഭാഗം പറയാറുണ്ട്, വിളിക്കാത്ത അതിഥിയാണവൻ. जो मृत्यु है हम पुकारना नहीं, वो ऐसे ही आ जाता है, അത് എപ്പോ വേണമെങ്കിലും വരാം. कभी भी आ सकता है। പ്രിയമുള്ളവരെ, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്തതുകൊണ്ട് നാം ഇന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യുവാനായിട്ട് കഴിയേണ്ടത് വളരെ इसके बारे ആവശ്യമാണ്. में हमें कुछ नहीं पता, लेकिन इस आज हमें जो भी बात को करना है वो आज ही पूरा करना है, कल के लिए नहीं रखना है, इसलिए कहते हैं। അപ്പോ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം सभाोपदेश 12 अध्याय അതിന്റെ 1-ാം വാക്യം. पहला है, അവിടെ നാം വായിക്കുന്നു, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും എന്ന് നാം വായിക്കുകയാണ്. अपनी जवानी के दिनों के अपने सृजनहार को स्मरण रख, इससे पहले कि विपत्ति के दिन और वे वर्ष आ जाए जिनमें तू कहे कि मेरे मन इसमें नहीं लगता। ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, यहाँ पर एक बात कहना चाहता हूँ, മരണം വരും മുമ്പേ ദൈവത്തിനായിട്ട് ജീവിക്കുക. जो मृत्यु आने से पहले परमेश्वर के लिए जीना है। ന്യൂജൻ പറയുന്ന പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളതല്ല. जो नवयुग जो जैसे कहता है जो बहुत खुशी के साथ रहे, ക്രിസ്തു വിശ്വാസികൾക്ക് എങ്ങനെയും ജീവിക്കുവാനായിട്ടുള്ള പ്രമാണം തിരുവചനം പറഞ്ഞിട്ടില്ല. जो उद्धार किए हुए सभी को, जो मसीह लोगों को जैसे संसार जैसे जीता है वैसे जीने का अनुमति नहीं है। മകനെ വഴി ഇതാകുന്നു, ഇതിലൂടെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ നേരെ പോകുക എന്നുള്ള ശബ്ദം ശ്രവിച്ച് പോകേണ്ടവരാണ് ക്രിസ്തു വിശ്വാസികൾ. ये बेटे ये रास्ता ये सीधा है, इधर उधर नहीं जाना है, ऐसे सीधे रास्ते पर चलने के लिए ही मसीह लोगों को परमेश्वर ने बनाया। പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ക്ഷണികമാണ്. जो मनुष्य का जो आयुष है वो क्षण पंगुल है, अल्प है, मतलब कुछ है। എന്നാൽ നിത്യത എന്ന് പറഞ്ഞ എത്ര വയസ്സാ? जो अनंत का क्या कितना साल का है? എത്ര വർഷാ? कितना साल? അറിയാമോ? ആർക്കും അറിയില്ല. അത് അനന്തമാണ്. वो किसी को पता नहीं, वो अनंत काल है। എന്നാൽ ഈ ലോകത്തിലെ ജീവിതം പറഞ്ഞത് ചെറിയൊരു ജീവിതമാണ്. संसार का जीवन है, कुछ समय का है। ഇവിടെ പറയാണ്, യൗവനകാലത്ത് നീ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. यहाँ पर कहा जवानी के दिनों में अपने सृजनकार को स्मरण रख। യൗവനം എന്നുള്ളത് ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാപത്തെയാണ്, പാപത്തിന്റെ പ്രതീകമാണ്. जवानी का दिन के बारे में जो बाइबल कहता है कि पाप का है, जो उदाहरण है। വാക്യം ഞാൻ ഓർക്കുന്നില്ല, 25-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു. 25 भजन संहिता में എന്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു എന്ന് പാപത്തെക്കുറിച്ചുള്ള വിശേഷണം സങ്കീർത്തനക്കാരൻ നൽകുന്നുണ്ട്. घटियों में पाप भरा हुआ यौवन के समय में ऐसे जो യൗവനം നിറഞ്ഞിരിക്കുന്നു, जो हड्डियों में युवक का जो समय भरा हुआ है, അതിനെ പാപത്തോടുള്ള വിശേഷണമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. वो पाप के संबंध में कहा गया है। പ്രിയമുള്ളവരെ, മരണം വരും മുമ്പേ
കർത്താവിനെ ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവിനായിട്ട് ജീവിക്കാൻ കഴിയേണ്ട ആവശ്യമാണ്. मृत्यु आने से पहले परमेश्वर के लिए जीना जरूरी है. ദാനിയേലിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. दानियल के बारे में हमें अच्छी तरह पता അവൻ है. വളരെ ചെറുപ്പത്തിൽ തന്റെ ജന്മനാട്ടിൽ നിന്ന് അന്യദേശത്തേക്ക് പോകേണ്ടി വന്ന വ്യക്തിയാണ്. जो बहुत छोटा था तब वो अपने देश में से अपने घर में से जो दूसरे राज्य में पकड़ के ले गए. അന്യദേശത്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ ജീവിതം നയിച്ചു. जो जवानी में परमेश्वर के लिए एक ऐसे जीवन उन्होंने बिताया. രാജാവിന്റെ കൊട്ടാരത്തിൽ വളരെ സുഖത്തോടുകൂടെ അവന് ജീവിക്കാം. जो राजा के महल में बहुत खुशी के साथ और उस जीवन बिता सकते थे. നല്ല ആഹാരം കഴിക്കാം, നല്ല പാനീയങ്ങൾ കുടിക്കാം, എല്ലാം ചെയ്യാം. सारे अच्छे खाने खा सकते थे, अच्छे पी सकते थे, सब कुछ कर सकते थे. എന്നാൽ താൻ തന്റെ ഹൃദയത്തിൽ തീരുമാനമെടുത്തു, तो अपने हृदय में एक दृढ़ निश्चय किया, എന്റെ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ള ഒന്നും ഞാൻ ചെയ്യുകയില്ല. मैं परमेश्वर के विरुद्ध कोई भी कार्य नहीं करूंगा. പ്രിയമുള്ളവരെ, കർത്താവിനായിട്ട് ജീവിക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. तो परमेश्वर के लिए जीना बहुत जरूरी है. ദാനിയേൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്. दानियल के बारे में हम सोचते हैं हमारे लिए पॉजिटिव एनर्जी का बात करते हैं. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോനെ നമുക്ക് കാണാൻ കഴിയുന്നു. न्यायों के जो किताब में हम शिमशोन के बारे में जानते हैं. ശിംശോന്റെ ജനനം തന്നെ വളരെ അത്ഭുതകരമായ നിലയിലായിരുന്നു. शिमशोन का जन्म हुआ वो तो बहुत अद्भुत कार्य से हुआ. അവനെ കുറിച്ച് ദൈവാത്മാവ് പറഞ്ഞിരുന്നത് അതുപോലെ അവൻ ജീവിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. परमेश्वर ने उनके माता पिता को जैसे कहा था उसी वैसे जीवन उसका उसने नहीं बिताया. മുഴുവൻ സമയം തെറ്റായ നിലകളിലായിരുന്നു. पूरे जिंदगी उसका जैसे गलत कामों में फंसा था. ഒടുവിലത്തെ നിമിഷത്തിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചെയ്തപ്പോൾ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. परमेश्वर ने इसको अंतिम समय में परमेश्वर ने कार्य उससे कराया. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്ന ഏറ്റക്കുറച്ചിലില്ലാത്ത ജീവിതമാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. जो परमेश्वर हमारे लिए हमारे जीवन में चाहता है कि जो खंबी कट्टी वाला जीवन नहीं हो, एक जैसा जीवन बिताने के लिए कहता है. പ്രിയമുള്ളവരെ, ആ നിലയിൽ നാം ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറയുന്നത് പ്രകാരം ദൈവത്തോട് അടുത്തിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. जो परमेश्वर कहता है जवानी के दिनों में अपने सृजनकार को याद करे, उसी रीति से हमें जीवन बिताने के लिए परमेश्वर सहायता. അഞ്ചാമത്തെ കാര്യം 1 യോഹന്നാന്റെ ലേഖനം 4:20 पांचवें बात है कि पहले യോഹന്നാൻ 4 अध्याय അവിടെ നാം വായിക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. 4:20 यदि कोई कहे कि मैं परमेश्वर से प्रेम रखता हूँ और अपने भाई से बैर रखते हो, वे झूठा है. और क्योंकि जो अपने भाई से जिसे उसने देखा है प्रेम नहीं रखता, तो वे परमेश्वर से भी जैसा उसने नहीं देखा प्रेम नहीं रख सकता. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. बहुत खास बातें हैं. പ്രായോഗിക ജീവിതത്തിൽ വീഴ്ചകൾ വരുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ഇത് മാത്രമാണ്. जो हमारा जीवन पर कोई भी जैसे घटी आती है, कमी घटी आती है, तो ये कारण है. നമുക്ക് വേണ്ടതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. हम दूसरे को जैसे प्रेम स्नेह करना है, प्रेम रखना है, ऐसे नहीं हो पाता. ദൈവവചനം പറയുന്ന അങ്ങനെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ എങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കണമെന്നാ, ദൈവത്തെ സേവിക്കുന്നതെന്നാ. वो हमारे भाइयों के हम प्रेम नहीं कर सकते, तो जो नहीं दिखता परमेश्वर उसको कैसे. അതുകൊണ്ട് ഈ കാര്യം ഞാനും നിങ്ങളും വ്യക്തിപരമായിട്ട് വളരെ കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ച് ഗ്രഹിച്ചറിയുവാൻ കഴിയേണ്ട വസ്തുതയാണ്. इसलिए हम और आप जैसे खास तौर पर इस बात को मनन करना है और उस रीति से सोचना जरूरी है. മറ്റുള്ളവരെ സ്നേഹിക്കണം, കാരണം മരണം വരും മുമ്പേ അത് ചെയ്യേണ്ട കാര്യമാണ്. मृत्यु आने से पहले दूसरे को प्रेम करना है, क्योंकि वो मृत्यु आ रहा है. इसलिए ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേഫിനെ കുറിച്ച് നമുക്കറിയാം. जो उत्पत्ति की किताब में जोसेफ के बारे में हम जानते हैं. യോസേഫിന്റെ സഹോദരന്മാർ അവനെ ദ്വേഷിച്ചു, അവനെ വിറ്റുകളഞ്ഞു, അവനെ ഉപദ്രവിച്ചു, എല്ലാം ചെയ്തതാണ്. उसके भाइयों ने उसको मारा कूटा, उसको भेजा, सब कुछ किया. സഹോദരന്മാർ പിന്നീട് മിസ്രൈമിലേക്ക് ചെല്ലുവാനിടയായി. लेकिन फिर उस भाई बंद वो मिस्र में जो वहां पर था, സഹോദരന്മാർ ഭയന്നു പോയി, ഇവൻ നമ്മോട് പ്രതികാരം ചെയ്യും. वो जो भाइयों ने बहुत डरा, इससे हमारे साथ ऐसे क्या कार्य कुछ कर लेगा. പക്ഷെ യോസേഫ് എന്താണ് ചെയ്തത്? लेकिन यूसुफ ने यहाँ क्या किया? യോസേഫ് അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട,
उसको भाइयों से कहा भयभीत न हो, നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ മുന്നേ ഇങ്ങോട്ട് അയച്ചതാണ്. हमारा जीवन का रक्षा के लिए मेरे को पहले इस देश में मेरे को भेजा है. ഇതായിരുന്നു യോസേപ്പിന്റെ സ്വഭാവം. जो यूसुफ का जो स्वभाव ऐसे था. എന്നാൽ ശൗലിനെ കുറിച്ച് ചിന്തിച്ചാലോ? लेकिन शाऊल राजा के बारे में हम सोचते हैं, അവന് ക്ഷമിക്കാത്തവൻ, സ്നേഹിക്കാത്തവൻ, ഉപദ്രവിക്കുന്നവനായിട്ട് അവസാനം വരെ അവൻ ജീവിച്ചു. जो दया नहीं करता वो और दूसरे को मारने वाला, जैसे अंत तक उसने जीवन बिताया. അവനോട് അടുത്തിരുന്ന ദാവീദിനെ പോലും എത്ര നാൾ അവനെ ഉപദ്രവിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. उसके भला करने वाला दावीद को भी उसने कितना बार उसने तंग किया. അവന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? उसका अंत कैसे क्या हुआ? അവൻ പറഞ്ഞു, മറ്റുള്ളവർ എന്നെ കൊന്നു എന്ന് വരാതിരിക്കാൻ അവൻ സ്വന്തം വാളൂരി അതിന്മേൽ വീണ് മരിക്കുന്ന ദുഃഖകരമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. जो दुश्मन मारने से पहले अपने जो हथियार से अपने आप को मार दिया, ऐसे एक मृत्यु उसका अंत हुआ है. പ്രിയമുള്ളവരെ, മരണം വരും മുമ്പേ സ്നേഹിക്കുവാനായിട്ടുള്ള കാര്യത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുവാനായിട്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. मृत्यु आने से पहले दूसरों से प्रेम नहीं किया है तो उसको प्रेम करना हमें परमेश्वर बताता है. ആറാമത്തെ കാര്യം, മരണം വരും മുമ്പേ ആത്മീയ സേവനം പൂർത്തിയാക്കണം. छठे बात यह है कि जो मृत्यु आने से पहले आत्मिक सेवा को पूरा करना है. ഒരു 5 മിനിറ്റ് എടുത്തോട്ടെ. 5 मिनट. ഒരു കാര്യം കൂടെ ഉണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മരണം വരും മുമ്പേ ആത്മീയ സേവനം പൂർത്തിയാക്കണം. जो मृत्यु आने से पहले आत्मिक सेवा को पूरा करना है. പൗലോസിനെ കുറിച്ചാണ് ഇത് ഇവിടെ 2 തിമോഥെയോസ് 4-ന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്. സോറി, 4-ന്റെ 6-ാം വാക്യം, 6 दूसरे तिमोथी 4:6-7. അവിടെ ഞാനും ഇപ്പോൾ തന്നെ പാനീയവുമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് നാം അവിടെ വായിക്കുക. जाता हूँ और मेरे कुछ का समय आ पहुंचा है. मैं अच्छी कुश्ती लड़ चुका हूँ और मैंने अपनी दौड़ पूरा किया. ഇവിടെ പൗലോസ് ദൈവം തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യം ചെയ്തതിനെ കുറിച്ച് പറയുക. जो परमेश्वर ने पौलुस को जो भी कार्य किया है वो पूरी नीति से किया, उसके बारे में बताया. ഈ സേവ പൗലോസിനെ മാത്രം ഏൽപ്പിച്ചതാണോ? ये जो सेवा है सिर्फ पौलुस को ही दिया है. എന്റെ പ്രിയമുള്ളവരെ, ഈ സേവ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുള്ള എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. जो सेवकाई है कि मसीह में जो भी जो उद्धार पाया है सबके लिए दिया गया है. നാം അവന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അവന്റെ ഗുണങ്ങളെ ഘോഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. जो उसके ज्योति में आया है हम उनके गुणों को हम अपने जीवन में प्रकट करना है. നാം നമുക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് നാം ഈ കാര്യം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. हमें जो कृपा पाई है उसी के अनुसार हमें ये कार्य को करना है. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാനിപ്പോൾ ഞാൻ അവസാനിക്കാൻ പോകുകയാണ്, എന്നാൽ ഞാൻ നല്ല പോർ പൊരുതിയിട്ടുണ്ട്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് അവൻ പറയുകയാണ്. यहाँ पर कहता है मेरे जिंदगी पूर्ण होने वाला है, मेरे कुश्ती जैसे लड़ा अपनी दौड़ मैंने पूरा की, सारी बातें कहते हैं. നമ്മുടെ ജീവിതം കൊണ്ട് ഇത് പറയുവാനായിട്ട് ഇടവരണം. हमारा जीवन भर भी ऐसे कहने का हमें मौका मिल जाए. വീഴ്ചകൾ വരുന്നത് ദുഃഖകരമാണ്. जो कोई कमी घटी आता है तो बहुत दुख की बात है. പഴയ നിയമ പുസ്തകത്തിൽ യോനായെ കുറിച്ച് നമുക്കറിയാം. जो योना के बारे में पुरानी में हम देखते हैं. അവനോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവൻ തർശീസിലേക്ക് പോയി. जो निनवे के लिए जाने के लिए गया वो तर्शीश के गया. നാം വായിക്കുന്നത് അവൻ കൂലി കൊടുത്താ പോയതെന്ന. उसने अपने खर्चा करके गया है. പ്രവാചകനായ യോനയെ ഒരുപക്ഷെ കൂലി കൂടാതെ നിനവയിലേക്ക് ദൈവം അയച്ചേരെ. जो प्रेरित को जो खर्चा बिना किए परमेश्वर भेज सकता था. അവൻ അനുസരണക്കേട് കാണിച്ചു. जो उसने जो बलवा किया. തിമിംഗലത്തിന്റെ അകത്ത് അവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. जो मच्छी के पेट के अंदर वो प्रार्थना की. ദൈവം അവനോട് കരുണ കാണിച്ചു. परमेश्वर ने दया किया. അവൻ പുറത്തേക്ക് വന്നു. പിന്നീട് അവൻ നിനവിലേക്ക് കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. दोबारा जीवन मिला तो वो निनवे के जाकर प्रचार किया. അവൻ ആ ഒടുവിലത്തെ നിമിഷത്തിലാണ് തന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുന്നത്. अंतिम समय में उसने अपना कार्य को किया. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സമയം. आज हमारा समय है. പ്രിയമുള്ളവരെ,
എന്തെങ്കിലും വിപത്തുകൾ വന്നിട്ടല്ല നാം അത് തീരുമാനിക്കേണ്ടത്. कोई भी खमी घटी आने से पहले हमें वो तैयार होना है. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. आज ही करना है. അവസാനത്തെ കാര്യം, अंतिम बात, മരണം വരും മുമ്പേ നിത്യജീവന്റെ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. जो मृत्यु आने से पहले अनंत जीवन का जो जीवन का जो पाना जरूरी है. ഇത് ഉപദേശപെശകാണോ എന്ന് ആരും എന്നോട് ചോദിക്കരുത്. जो उपदेश देता है उससे कोई कमी है क्या? രക്ഷ നഷ്ടപ്പെടുമെന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല. उद्धार कभी नष्ट नहीं होता, എന്നാൽ ഈ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. लेकिन हमें वो ये पक्का विश्वास होना जरूरी है. അത് ഞാൻ പറയാനായിട്ട് പല കാരണങ്ങളുണ്ട്. कहने का कई अर्थ है. അതിപ്പോ എനിക്ക് പറയാൻ ഇപ്പൊ സമയമില്ലല്ലോ. समय पूरा नहीं अभी नहीं है. അതുകൊണ്ട് നിത്യജീവൻ എനിക്കുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. जो अनंत जीवन हमें मिला है वो जो याद है, जो पक्का विश्वास हमें होना जरूरी है. കൺവെൻഷനിൽ കൈവെക്കുന്നതല്ല രക്ഷിക്കപ്പെടുന്നത്. जो कन्वेंशन में हाथ उठाकर कह दिया मैंने उद्धार पाया, ऐसे नहीं. ബൈബിളിന്റെ ഒരു ഭാഗത്ത് ഒരു ഡേറ്റ് എഴുതി ചേർക്കുന്നതല്ല രക്ഷിക്കപ്പെടുന്നത്. बाइबल में एक डेट लिखकर मैंने उद्धार पाया है, वो नहीं. രക്ഷയ്ക്കുള്ളതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നാം മനസ്സിലാക്കുകയും ഞാൻ രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്നുള്ള ബോധ്യമുള്ളവർ മാത്രമേ അത് ചെയ്യാവൂ. उद्धार का जो कार्य है वो मेरे जरूरत है, वो पक्का विश्वास आने के बाद वो उद्धार पाना है. ശരിയായിട്ടുള്ള മനപരിവർത്തനം, മാനസാന്തരം നമുക്ക് ആവശ്യമാണോ? जो मन का बदलाव है ठीक तेजी से वो उद्धार पाने से पहले होना जरूरी है. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ സ്തെഫാനോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. जो प्रेरितों के कार्य 7 अध्याय में जो स्टीफन को हम देखते हैं, ദൈവഭാഗത്തേക്ക് വന്ന് അവനെ കർത്താവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവനെ കല്ലെറിഞ്ഞ് ആളുകൾ കൊല്ലുകയാണ്. उसको जब परमेश्वर के बारे में कहता है जो झुंड है उसको पत्थर मारकर मार रहे हैं, ആ സമയത്ത് അവൻ കണ്ടതെന്താണ്? സ്വർഗം തുറന്നിരിക്കുന്നതും മഹിമയുടെ വലഭാഗത്ത് കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നതുമായിട്ട് അവൻ കാണുകയാണ്. स्टेफानस ने क्या देखा? उस समय स्वर्ग खुला हुआ है, पिता के दाहिने जो यीशु मसीह खड़ा है वो देखा है. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ ആത്മീയ ദർശനമുണ്ടോ? अब मैंने ये पूछना चाहता हूँ कि ये आत्मिक देखने का वो हमारा नजरिया है. വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. बहुत गौरवपूर्ण सोचना जरूरी है. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാന്റെയും ലാസറിന്റെയും സംഭവം നമുക്കറിയാം. जो लूको 16 में जो धनी व्यक्ति और गरीब लाजर के बारे में हम पढ़ते हैं. അവിടെ ലാസർ ദൈവത്തോടുകൂടെ ജീവിച്ചു, അവൻ മരിച്ച് അവൻ അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. जब लाजर ने परमेश्वर का साथ जीवन बिताया, वो मृत्यु के पास अब्राहम के गोद में चला गया. ഈ ലോകത്തിന്റെ ആഡംബരങ്ങളിലും സുഖത്തിലും വസിച്ചിരുന്ന ധനവാൻ മരിച്ചു, അവനും മരിച്ച് യാതനാ സ്ഥലത്തേക്ക് പോയി. वो जब धनी व्यक्ति जो इस दुनिया का सारे संसार का सुख भोग के बाद मृत्यु सगा, वो അവന് ഈ ഭൂമിയിൽ വെച്ച് ആത്മീയ ദർശനം ഉണ്ടായിരുന്നില്ല. उसने इस धरती पर उसका आत्मीय तौर पर उसने उद्धार नहीं पाया. അവനും പള്ളിയിൽ പോകുന്നവനായിരുന്നിരിക്കാം, वो भी चर्च में जाता होगा, അവന് നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷ ലഭിച്ചിരിക്കാം. एक फ्यूनरल अच्छा फ्यूनरल उसको मिला होगा. എന്നാൽ അവന് പോയത് എവിടേക്കാണ്? യാതനാ സ്ഥലത്തേക്ക് അവൻ പോയത്. वो कहाँ गया? वो जो ऊपर जो नरक में चला गया. അവൻ അവിടെ നിന്ന് അബ്രഹാമിനെ കാണുകയാണ്. वहाँ बैठते हुए अब्राहम को देखता है. वो അവിടെ നിന്നുകൊണ്ട് അവനൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുക. उसमें वहाँ से कुछ नहीं कह सकता, वहाँ से कुछ आवाज नहीं, कोई नहीं सुन रहा था. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് എനിക്ക് പറയുവാനായിട്ടുള്ളത്, മരണം വരും മുമ്പേ നാം അറിഞ്ഞിരിക്കേണ്ട ഈ വസ്തുതകൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. आज मृत्यु आने से पहले मैं ये कहता हूँ ये बात को खास तौर पर आपने सोचना जरूरी है. പ്രിയമുള്ളവരെ, ആ നിലയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. इसलिए परमेश्वर हमें सहायता करे. മരണം വരും മുമ്പേ നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഈ വിധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നാം ക്രമീകരിക്കുവാനും കർത്താവിന്റെ ഭാഗത്ത് വിശ്വസ്തയോടെ നിലനിൽപ്പാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. मृत्यु आने से पहले हमने 7 बातें हमने जो याद किया है, वो इसको मनन करते हुए मृत्यु आने से पहले एक परमेश्वर के साथ अच्छे संबंध बनाते हुए आगे चलने का परमेश्वर सहायता करे. ഏഴാമത്തെ കാര്യത്തിന് റെഫറൻസ് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത് 1 യോഹന്നാൻ 5:12 നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്. 7वां पॉइंट है पहले जो है ना 5 अध्याय के 12 आयत. താങ്ക് യു.